ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യു എയിലുള്ളവർക്കും യു എയിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് യു എ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ, അതായത് ഇന്ത്യക്കാർക്കാണെങ്കിലും വേറെ ഏത് കൺട്രീസിലുള്ളവർക്കാണെങ്കിലും യു എ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ എങ്ങനെയാണ് യു എ ഗവൺമെൻറ് ജോബി ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഗൈസ്. അതായത് യു എ എന്ന് പറയുന്നത് ഒരു 7 എമിറേറ്റ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദുബായ്, അബുദാബി, അലൈൻ, അജ്മാൻ അങ്ങനെ 7 എമിറേറ്റ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 7 എമിറേറ്റ്സിലും വർക്ക് ചെയ്യുന്നവർക്ക്, അതായത് എമിറേറ്റ്സിൽ നിന്നുകൊണ്ട് തന്നെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതല്ല നമ്മളിപ്പോൾ ഈ യു എയിലല്ല വേറെ കൺട്രീസിലാണ്, ഇന്ത്യ പോലുള്ള വേറെ കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ടി തന്നെ യു എ ഗവൺമെൻറ് പല പല വെബ്സൈറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ എമിറേറ്റ്സ് തിരിച്ചാണ് അവർ ഈ വെബ്സൈറ്റുകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇപ്പം നിങ്ങൾ ദുബായിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് dubai.careers.ae എന്ന വെബ്സൈറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ ദുബായ് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ അകത്ത് പല പല കാറ്റഗറി ഉണ്ട്. അതിൻ്റെ അകത്ത് ഏത് കാറ്റഗറിയാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ അബുദാബിയിലാണെന്നുണ്ടെങ്കിൽ task.careers.ae എന്ന വെബ്സൈറ്റ് കയറുവാണെങ്കിലും അബുദാബിയിലുള്ള ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഷാർജയിലാണ് wർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ dhr.gov.ae എന്ന വെബ്സൈറ്റ് കയറുവാണെങ്കിലും ഷാർജയിലുള്ള ഗവൺമെൻറ് ജോലികളുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ കയറിയും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ റാസൽ ഖൈമയിലാണ് വർക്ക് ചെയ്യുന്നത്. റാസൽ ഖൈമയിൽ നിന്നുകൊണ്ട് തന്നെ ഗവൺമെൻറ് ജോലി സെർച്ച് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് careers.rak.ae എന്ന വെബ്സൈറ്റ് കയറുവാണെങ്കിലും ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അജ്മാനിൽ വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ajman.gov.ae എന്ന വെബ്സൈറ്റ് കയറുവാണെങ്കിൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ബാക്കിയുള്ള എമിറേറ്റ്സിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതായത് കുറേ സൈറ്റുകളുണ്ട് ഗൈസ്, ആ സൈറ്റുകളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ആ സൈറ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ CV കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഏതായാലും ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സൈറ്റിൽ കയറിയിട്ട് ജസ്റ്റ് ബയോഡാറ്റ ഒന്ന് കൊടുത്തു നോക്കുക. എപ്പോഴാണ് ലക്ക് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, എങ്ങാനും നമുക്കൊരു ലക്ക് അടിച്ചാലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഗൈസ്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.